ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല കേട്ടോ. നമ്മുടെ റൂമിന്റെ ചുമരൊക്കെ കണ്ട് നിങ്ങൾ ആരും നെട്ടുണ്ടോ? ഫുൾ ഹയാസിന്റെ കലാവിരുതാണ് കേട്ടോ. ആ ട്രീ ഞാൻ വരച്ചതാണ്. പിന്നെ ഹയാസിന്റെ കുറേ കലാവിരുതൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ്. ഇക്കാക്ക് ഓഫീസിൽ പോയേക്കാണ്. അപ്പതേ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹംന ഉറങ്ങണേർന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഹംന എൻ്റെ അലച്ചിൽ കേട്ട് എണീച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഉച്ചക്കലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാനും ഉമ്മിച്ചിയും ഹംനയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടില്. വാപ്പിച്ചി പള്ളി പോയേക്കാണ്. പിന്നെ ഹയാസ് 2 മണിയാകുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഹയാസ് കുറച്ച് തിരക്കിലാണ്. എന്താ പറ്റി ചേച്ചി? ഉമ്മിയുടെ ഒച്ച കേട്ട് എണീച്ചിട്ടാണോ? ഒക്കം പോയില്ലേ? ഹയാസിന് ഈ വരുന്ന 20th ആനുവൽ ഡേ ആണ്. അപ്പൊ അതിന്റെ 2 പ്രോഗ്രാംസിനേക്കാളുണ്ട്. അതിന്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ വരാനായിട്ട് ഒരു 2:45-3 മണിയൊക്കെ ആവും ഇങ്ങടേക്ക് എത്താനായിട്ട്. ഉറക്കം പോയില്ല? ഒക്കം പോയില്ല? ഒരു ഹായ് പറയൂ. ഹായ്. ചിരി വരുന്നുണ്ടല്ലോ. ഹംനക്ക് ചിരി വരുന്നുണ്ടോ? ഒരു ഹായ് പറഞ്ഞേ. ഒരു ഫ്ലാങ്കീസ് കൊടുത്ത്, ഒരു ഫ്ലാങ്കീസ് കൊടുത്ത്, ഒരു ഫ്ലാങ്കീസ് കൊടുക്കും. ഹംന ഉറക്കത്തിന്ന് എൻ്റെ ഒച്ച കേട്ട് എണീച്ചതാണ്ട. അപ്പൊ ഇപ്പൊ സമയം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അബ്ലൂം പറഞ്ഞേ. അബ്ലൂം. ഹംനതേ ഉറക്കത്തിന്റെ ചടവില് വന്നിങ്ങനെ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഹംനാരെ എണീപ്പിച്ചത്. ഹംനയുടെ ക്യാറ്റ് ഇരിക്കണ്ടല്ലോ അവിടെ. ഹംനയുടെ ക്യാറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കരയൂട്ടോ. ഇതിനെ മറ്റേ സിസേറിയൻ ചെയ്ത് വെച്ചേക്കാം. ഹംനയുടെ ക്യാറ്റാണേ. ഹംനയുടെ ക്യാറ്റാണോ? വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ വിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ലഞ്ച്. അപ്പോൾ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. ലഞ്ചൊക്കെ ഉമ്മിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാനായിട്ട് ഉമ്മിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊരിക്കാനായിട്ട് ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അയിലയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മീൻ കറി വെച്ചത് ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മാത്രമേ ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ബാലൻസ് ഫുൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എക്സ്ട്രാ വേറെ കറിയൊന്നും വെക്കേണ്ട ആവശ്യം വന്നില്ല ഉമ്മിച്ചിക്ക്. മീൻ വറുക്കാനും ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വറുത്ത മീൻ്റെ ആളുകളാണ്. അപ്പോൾ ഇന്നലെ വറുത്തതിൻ്റെ ബാലൻസ് ആണ് ഇന്നിപ്പോൾ അതേ എടുത്ത് വറുക്കുന്നത് കേട്ടോ. മസാല പുരട്ടി ഉമ്മിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീൻകുട്ടന്മാരെയൊക്കെ പിടിച്ച് ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ ഇനി ടേബിളിലേക്ക് എടുത്ത് വെക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വാപ്പിച്ച് ഒരു 1:30-1:45 ആകുമ്പോഴേക്കുമാണ് പള്ളിയിൽ നിന്ന് വരുള്ളൂ. അതിനുശേഷം കേട്ടോ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പം ഞാൻ മീൻകറി പകർത്താണ് നമ്മുടെ ഒരു ബൗളെടുത്തിട്ട്. മീൻ വറുക്കുന്നതിനിടയിൽ ഈ ഒരു കുട്ടി കുട്ടി ജോലികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് ഹംനാക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് ചോറ് എടുത്തിട്ട് വരാണ്. ചോറ് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ചോറിന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബേസിലെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാറാനൊക്കെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഹംനാക്കുള്ള ഫുഡ് എടുക്കാണ് കേട്ടോ. ഹംനാക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇടിയഞ്ചൊക്കെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മിച്ചി. തോരനോ ഉപ്പേരിന്ന് എന്താണ് ഇതിനെ പറയണതെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ എല്ലാം ഒലത്ത് ആ ഒരു ടേമാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇടിയഞ്ചൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഹംനാക്ക്. അങ്ങനെ ഞാൻ ഹംനാക്ക് ഇനി ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ അവളെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്താൻ നോക്കുന്നതാണ് കേട്ടോ. പിടിച്ച് ഇരുത്തിയിട്ടുള്ള കഴിക്കലൊന്നും അവളെ കൊണ്ട് പോസിബിൾ അല്ല. എന്നാലും ഞാൻ അവളുടെ കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ വാരി കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം കാണുന്ന ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. ഫുഡ് ഒരു 2-3 വായൊക്കെ കഴിക്കും. ആദ്യം കൊച്ചു കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. കഴിക്കാതിരുന്ന കൊച്ചൊന്നുമല്ല, കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. പക്ഷെ നിലവിൽ എന്ത് കാണിച്ചാലും ഇപ്പം കഴിക്കില്ല. ഭയങ്കര വാശിയാണ്. എനിക്ക് പിന്നെ കൂടുതൽ ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കും. പിന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോകും കേട്ടോ. പിന്നെ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഓർക്കും. വിശക്കുമ്പോൾ തന്നെ കഴിച്ചോളും എന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെ വരും. കുറേ കോപ്രായങ്ങളൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കാണിക്കും ഇവളെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൾ ആ കോപ്രായങ്ങളൊക്കെ കണ്ട് നോക്കിയിരിക്കാന്നല്ലാണ്ട് വാ തുറക്കണ ഒരു ലക്ഷണം ഉണ്ടാവാറില്ല കേട്ടോ. ലാസ്റ്റ് ആ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് എനിക്ക് നല്ല കൊട്ടൊക്കെ കിട്ടാറുണ്ട്. എന്തായാലും ഞാൻ കൊടുക്കാൻ നോക്കും, അവൾ തലതിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ കലാപരിപാടികളെല്ലാം കേട്ടോ. ഹംനാക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇക്കാക്ക വിളിച്ചിട്ട് പറഞ്ഞത് ഇക്കാക്ക ചോറിനാനായിട്ട് വരുന്നുണ്ടെന്ന്. ഇന്ന് ലഞ്ച് ഇക്കാക്ക പോയ സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇക്കാക്കയും ചോറ് കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഓടിച്ചെന്ന് ഒരു സവാള എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കുനുകുനാന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് ഇടിച്ച മുളകും ഉപ്പും കൂടിയിട്ട് 3 മുട്ടയും കൂടി എടുത്തിട്ട് പൊരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാണ് കേട്ടോ. ഈയിടെയായിട്ട് സവാള അരിയാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് കുറച്ച് എളുപ്പപ്പണിക്ക് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന മെത്തേഡാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് സവാള ഇടുക, ഒറ്റ ഒരു കറക്ക നല്ല കുനുകുന
അരിയുന്നതിന് നമ്മൾ ചോപ്പറിലിട്ട് അരിയുന്ന അതേപോലെ തന്നെ ഭയങ്കര നൈസായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിയാണല്ലോ, മിക്സി ചെയ്ത ജാറൊന്ന് കഴുകി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എളുപ്പപ്പണിയിലാണ് ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ സവാളയൊക്കെ അരിയണം കേട്ടോ. അങ്ങനെ മുട്ടയും കൊത്തി ഒഴിച്ചിട്ട് നമ്മളിനി മുട്ട പൊരിക്കാനായിട്ട് പോവാണ്. പാൻ ചൂടായി അതിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങിയ സമയത്താണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഞാൻ എത്രയും നേരം മുട്ട അങ്ങിരുന്ന് മിക്സ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ അതേ വെളിച്ചെണ്ണ ഒഴിച്ചത് ആ ബ്രഷും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയതാണ്. ആ ബ്രഷിനകത്ത് ചെറിയ വാട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ദേ മുട്ട പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉമ്മിച്ച് അതിൻ്റെ ഇടയിൽ ഹംനാക്ക് എടുത്ത ചോറ് വേറൊരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇട്ടിട്ട് ഹംനാക്ക് കുറച്ച് ചക്കയും കൂടി ഇട്ട് അവളെ കൊണ്ട് തന്നെ കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വാപ്പിച്ച് വന്നിട്ട് എന്തേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇക്കാക്കാനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. പിന്നെ മുട്ട വറുക്കലും കലാപരിപാടികളൊക്കെയാണ്. ഉമ്മിച്ചതേ ഹംനാനെ കഴിപ്പിക്കാനുള്ള കലാപരിപാടികളിലാണ്. ഹംനാണെങ്കിൽ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതൊന്നും വായി പോണതല്ല കേട്ടോ. എല്ലാം അവളുടെ കസേരയുടെ അടിയിൽ വളരെ ഭദ്രമായിട്ട് അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഓരോരോ കോപ്രായങ്ങൾ, ഞങ്ങളുടെ കൊച്ചാണല്ലോ, എല്ലാ കോപ്രായങ്ങളും അവളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഒളിച്ചേ കണ്ടേന്നൊക്കെ പറഞ്ഞ് കണ്ടാവും. നൈസായിട്ട് ഇങ്ങനെ പിടിച്ച് ആ പ്ലേറ്റ് അവൾ താഴെ അങ്ങോട്ട് കൊട്ടും. ഒറ്റയടിക്ക് ആ ഫുഡൊക്കെ അവിടെ താഴെ വീഴും കേട്ടോ. എന്നിട്ട് താഴെ നിന്ന് പെറുക്കി തിന്നും. ഇതുപോലത്തെ പിള്ളേർ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളതെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങൾ നോക്കുമ്പോൾ അവളുടെ ഒരു അടവ് പ്രകാരം അവളിങ്ങനെ കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കും. ഹംനയുടെ കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കിനെ ആ വെയിലത്തുനിന്ന് കയറി വന്നതുമാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണൊക്കെ കണ്ടപ്പോൾ ആശാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ ഇക്കാക്ക വന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി കഴിക്കട്ടെ. അപ്പോൾ കറികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നലത്തെ മീൻ കറിയുണ്ട്, ഇന്നത്തെ മീൻ വറുത്തതുണ്ട്, ഇന്നത്തെ ഇടിയൻ ചക്കയുണ്ട്, പിന്നെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, മുട്ട വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ ഇക്കാതെ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മിച്ച് എഴുന്നേറ്റ് പോയി. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ ആദ്യം ഹംനാക്ക് എടുത്ത ചോറും പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് തന്നെ എനിക്ക് വേണ്ട ചോറൊക്കെ ഇട്ട് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഒരു 2:30 ആ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കും വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇക്കാക്ക് ചാറ് എടുക്കണുണ്ടോ, മീനിൻ്റെ ചാറ്. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. ഇക്കാക്ക് മീനിൻ്റെ കറി വെച്ച കഷ്ണം വേണ്ട, ചാറാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അത് എന്ത് കറിയുടെയും ചാറ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ചാറൊക്കെയാണ് എടുക്കുന്നത്. അതിനിടയിൽ ഇക്കാക്ക് ഇടിയൻ ചക്ക വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ എന്നെ വഴക്ക് പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഉണ്ട് ചിരിച്ചോ എന്ന് പറഞ്ഞിട്ടോ. അപ്പം അതിൻ്റെ ചിരിയാണ് ഈ മുഖത്ത് വരുന്നത്. ആ എക്സ്പ്രഷൻ ഇക്കാക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉമ്മിച്ചി ഞാൻ പറയേണ്ടതായിട്ട് ചിരിക്കുന്നതാണ്. ഉമ്മിച്ചി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഇക്കാക്കയും കൂടി ഇരുന്നിട്ട് ഇതേ ഫുഡൊക്കെ കഴിക്കുകയാണ്. എൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് ഒരു അത്തപ്പൂക്കളത്തിന് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് അലങ്കോലപ്പെടുത്തുന്ന പോലെയില്ലേ, ഒന്നും ഓർഡർ ഇല്ലാതെ പല സ്ഥലത്ത് ഇങ്ങനെ തെന്നി തെറിച്ച് കിടക്കുന്ന പോലെ. അത് കഴിഞ്ഞപ്പോഴേക്കും ദേ ഹയാസ് വരുന്ന സമയമായിട്ടോ. ഹയാസിൻ്റെ വണ്ടി വന്ന് ഹോൺ അടിച്ചപ്പോൾ ഞാൻ ഓടിപ്പോവാണ് ഹയാസിനെ ദേ വിളിക്കാനായിട്ട്. വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹയാസ് വന്നപ്പോഴേക്കും ഇന്നൊരു 2:50-55 ആയിട്ടുണ്ടായിരുന്നു. ഹയാസിന് നല്ല ടയേർഡായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ടയേർഡായിട്ടാണ് വരുന്നത്. പിന്നെ വണ്ടിയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ 2 ദിവസം ക്ലാസ് ഇല്ലല്ലോ, അതിൻ്റെ സന്തോഷമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവൻ കയറി വരാണ്. അപ്പോഴേക്കും ഹംന പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാസിൻ്റെ ഒച്ച കേട്ടപ്പോഴേക്കും ഹയാസിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് അകത്തേക്ക് കയറ്റി. ഹയാസ് ഓടിപ്പോയി കസേരയൊക്കെ വലിച്ചിടുന്നുണ്ട്. അത് വേറെ ഒന്നിനും അല്ല കേട്ടോ, TV കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് ഇവൻ യൂട്യൂബിലാണ്, TV-യിൽ തന്നെ യൂട്യൂബ് വെച്ചിട്ടാണ് ഓരോ വീഡിയോസും കാണുന്നത്. അതിന് അത്യാവശ്യം നല്ല അഡിക്റ്റൊക്കെയാണ്. അപ്പോൾ ആള് അത് കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഹംനയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ഹംന ഹയാസിൻ്റെ ബാഗ് അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എടുത്തുകൊണ്ട് വരാണ് കേട്ടോ. വലിച്ചെടുത്തുകൊണ്ട് വരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ചവിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാനിനി പോയിട്ട് ഹയാസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവനെ മേലൊക്കെ കഴിപ്പിച്ചിട്ട് അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റിൽ ചെയ്യട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ഹംനാനെ കിടത്തി ഉറക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഉച്ചയ്ക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.